വാട്ടർമെലൻ പിടിച്ചോണ്ട് പാട്ട് പാടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അയ്യോ, വാട്ടർമെലൻ കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഇത്രയും പാട്ട് പാടിയല്ലേ? ഐ വിൽ മേക്ക് എ ശില്പം ഫോർ യു. ഒരു ഫ്ലവർ. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ ഒരു പൂവാണിത്. വീട്ടിൽ പൂവില്ലെന്ന് പറഞ്ഞ് പേടിക്കണ്ട. ഫ്രിഡ്ജ് തുറന്ന് വാട്ടർമെലൻ അടിക്കുക. എന്നിട്ട് രണ്ട് പൂ. For a nice song. This is from me to you. Thank you so much. Okay. പ്രേക്ഷകർക്ക് നിങ്ങൾക്കും ഒരു പൂ. അങ്ങനെ രണ്ട് പൂ ഈ ഷോയിൽ അവതരിപ്പിച്ചു. എത്ര എളുപ്പമല്ലേ? അതെ. വാട്ടർമെലനെ പെട്ടെന്നായിരിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നത്. കഴിയുന്നത്ര കുരുകളെല്ലാം കളയുക. ഓക്കേ. അതിനുശേഷം വാട്ടർമെലന്റെ ഈ ഫ്രൂട്ട് ഫ്ലഷ് പാർട്ട് സാൻഫോർഡിന്റെ ഒരു ബ്ലെൻഡർ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലേ? അതിന് വെരി നൈസ്. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകണം ജ്യൂസ് ആയിട്ട്. മൂന്നരല്ലേ ഉള്ളൂ? ഇത്ര മതിയല്ലോ. ഒരു 2 കഷ്ണം ഇഞ്ചി. ഒരു ദിവസം ഒരു കഷ്ണം വെച്ച് ഇഞ്ചി കഴിക്കുകയാണെങ്കിൽ ആസ്പിരിന്റെ ഗുണം ചെയ്യും. യുവർ ബ്ലഡ് വിൽ ബി തിൻ. യു വിൽ നോട്ട് ഹാവ് എ ബ്ലഡ് ക്ലോട്ട് ഇൻ യുവർ ബോഡി ടു കിൽ യു ഓർ ബ്ലോക്ക് യുവർ ഹാർട്ട്. ചെറുതായി അരിഞ്ഞ് ഇഞ്ചി. ഷുഗർ കെയിൻ ജ്യൂസിൽ ഇഞ്ചി കഴിക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇഞ്ചി. ലെമൺ വേണ്ട. ഇതിൽ ഇഞ്ചി മാത്രം. ഒരു നല്ല പടം ഉണ്ടെങ്കിൽ, അതിനൊരു നല്ല ഫ്രെയിം ഉണ്ടെങ്കിൽ ആ പടം നല്ല ഗുഡ് ഫ്രെയിം. വാട്ടർമെലൻ ജ്യൂസ് നൈസ് ഫ്രൂട്ടി ജ്യൂസ്. പക്ഷെ അതിലൊരു ഇഞ്ചി കൂടി ഇടുവാണെങ്കിൽ ടേസ്റ്റ്. പഞ്ചസാരക്കകത്ത് ഒരു സ്പൂണും ഉണ്ടല്ലേ? പഞ്ചസാര നിങ്ങൾ 3 പേർക്ക് വേണ്ടി 3 സ്പൂൺ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിത് ഫിൽട്ടർ ചെയ്ത് ടീം മേശയിലേക്ക് കൊണ്ടുപോകാം. ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ ബാക്കിയുണ്ടോ? ഇല്ലല്ലോ. മേ ബി സമയമുണ്ടെങ്കിൽ ഞാൻ പംകിൻ എടുത്ത് കുത്തി ഒരു ഹാലോവീൻ ഡെക്കറേഷൻ ഉണ്ടാക്കാം. ഫൈൻ. ഗോ ഗെറ്റ് റെഡി ഫോർ ദ പാർട്ടി. ഹസ്ബൻഡ് കൂടെ കം ഡൗൺ. ഐ വിൽ സീ യു ദേർ ഓൺ ദ ടേബിൾ. എത്ര സാധനം ഉണ്ടാക്കി. ഇനി ഒരു പംകിനും കൂടെ ഉണ്ടാക്കാൻ പോവാ. എന്നാലേ ഇന്ന് തൃപ്തിയാവത്തുള്ളൂ എനിക്ക്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഷാറുഖ് ഖാന്റെ വീട്ടിലാണ്. അതെ, കുട്ടി ഷാറുഖ് ഖാൻ, അതായത് അവിനാഷ്. ഭർത്താവിന് ഹാപ്പി ബർത്ത്ഡേ സിംഗ് ചെയ്യാനായിട്ട് റെഡിയാണല്ലോ. പീഡിപ്പിക്കാനായിട്ട് ഒരു ഹാലോവീൻ മത്തങ്ങ അതിനകത്ത് ഒരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? വണ്ടർഫുൾ, വെരി നൈസ്. ഈ ജ്യൂസ് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയാണ്. ഞാൻ കഴിക്കുന്നില്ല. നിങ്ങൾ കഴിച്ചതിലൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. കൊള്ളാലോ അല്ലേ? ജിഞ്ചർ നല്ല രുചിയുണ്ട്. ആണോ? ബെല്ലടിച്ചു. എന്നും തുറന്നാരാ? ഇന്ന് ഞാൻ തുറന്നു. ബാഗും തൂക്കി പുറത്ത് നിൽക്കുന്നു. അതാണ് ഗൃഹനാഥൻ എന്ന് തോന്നുന്നു. അതോ ഡെലിവറി ബോയാണോ? ഹലോ, എന്തായി? ഇതേ നിങ്ങളുടെ വീട് തന്നെ. വരൂ. എന്താണ് പെട്ടിയൊക്കെ ആയിട്ട് എയർപോർട്ടിൽ നിന്ന് വരുവാണോ? ഓഫീസിൽ നിന്ന് ഇത്രയും വലിയ ബാഗ് ആണോ? ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? എവിടെ വർക്ക് ചെയ്യുന്നു? ചോദിച്ചറിയാൻ വേണ്ടി ഇവിടെ വരൂ. ഇത് കഴിച്ചു നോക്കണു. പ്രേക്ഷകർ മീഡിയ വണ്ണിലൂടെ ഈ ഷോയിലൂടെ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നേരം. എന്റെ കത്തിയും സഹിച്ച് പുള്ളിക്കാരന്റെ പാട്ട് സഹിച്ചിട്ട് പറഞ്ഞ ഗുഡ് സോങ്. ചിക്കൻ കണ്ട കഴിച്ച ഉടനെ പറഞ്ഞണ്ട. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാർ വേണ്ടേ? അപ്പം how was work today? It was got hectic, but this surprise actually kind of melted all the tiredness. Oh, very nice. God bless you with many happy returns of the day. ഈ ആഴ്ച നിങ്ങളുടെ ബർത്ത്ഡേ ആണ്. ഡേറ്റ് ഞാൻ ചോദിക്കുന്നില്ല, വയസ്സ് ചോദിക്കുന്നില്ല. രണ്ടും ശരിയല്ല. പുള്ളിക്കാർത്തി
നല്ല പാട്ടുകാരിയാണ്. ഇത്ര നല്ല നല്ല പാട്ടുകാരി എങ്ങനെയാ നിങ്ങൾ കല്യാണം കഴിച്ചു? പാട്ട് പാടി ട്രയൽ നോക്കിയാണ് എടുത്തത്? അല്ല, പാട്ടിൽ വീണത്. പാട്ടിൽ വീണുപോയി. വാവ്, സോൾ ഫോർ എ സോങ്. പുള്ളിക്കാരത്തിന്റെ ഒരു നല്ല പാട്ട് പാടി. ആ പാട്ട് കാരണം ഞാൻ ഒരു സാൻഫോർഡിന്റെ എന്താണിത്, ഹാൻഡ് മിക്സർ. Thank you. This will help you make many more treats in your life. Yeah, thank you so For your much. lovely handsome husband. Okay? you. ഒരു പാട്ട് പുള്ളിക്ക് വേണ്ടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ടൊരു പാട്ട്. तेरी आँखों के सिवा दुनिया में रखा क्या है, तेरी आँखों के सिवा दुनिया में रखा क्या है, ये उठे सुबह चले, ये झुके शाम ढले, मेरा जीना मेरा मरना आएंगी पलकों के तले, तेरी आँखों के सिवा दुनिया में रखा क्या. Very good. Thank you. Very good. God bless you with such mellifluous voice. Thank you And so many much. happy birthday one more time. ഞാൻ പ്രേക്ഷകർ കഴിക്കാൻ പോകണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കാൻ പോകണം. പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിലും പാട്ടും മധുരവും സ്നാക്സും ഇതെല്ലാം ആഘോഷമായി വന്നുകൊണ്ടിരിക്കട്ടെ. ഞാൻ ഷെഫ് അനിൽ കുമാർ അടുത്ത ആഴ്ച വീണ്ടും ഒരു അടിപൊളി ഫാമിലി ആയിട്ട് ഒരു അടിപൊളി എപ്പിസോഡായിട്ട് will be back. Till then, don't go away from Media One channel. നല്ല വോയിസിന്റെ ഉടമയായ വന്ദനയ്ക്ക് പാചകം മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കാനും അറിയാം. തീർച്ചയായിട്ടും. അല്ല, സജീവ് അത് കട്ടിയാണ് നിങ്ങളുടെ എന്താണ് ഒരു ചെറിയ ബ്രേക്ക്.